അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, മൗലിദാഘോഷ പരിപാടി ആദ്യമായി ലോകത്തുണ്ടാക്കിയത് ആരാണ് എന്ന് ഹിജറ 766 ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ തഖിയുദ്ദീനുൽ മഖ്ദീസിയും അദ്ദേഹത്തിന്റെ കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ, അതേപോലെ തന്നെ മഹാനായ ഇമാം മുഹമ്മദുൽ മുത്തഖിൽ ഹനഫി അദ്ദേഹത്തിന്റെ കിതാബുൽ അഹ്സനുൽ കലാം എന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും അത് വിവരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊക്കെ അവ്വലു മൻ അഹ്ദസഹൽ ഫാത്തിമിയൂൻ, ആദ്യമായി ഈ പരിപാടി മൗലിദാഘോഷ പരിപാടി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടാക്കിയവർ ഫാത്തിമിയാക്കളാണ്. ആരാണ് ഫാത്തിമിയാക്കൾ എന്ന് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പറയുന്നുണ്ട്. ഹും കുഫാറുൻ, അവർ കാഫിറുകളാണ്. ഫുസാഖുൻ, തമ്മാടികളാണ്. ഫുജ്ജാറുൻ, തമ്മാടികളായ അക്രമികളായ ആളുകളാണ്. മുൽഹിദൂന സനാദിഖ, അവർ സത്യത്തിൽ നിന്ന് പുറത്തുപോയി അക്രമപരമായ തോന്നിവാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർ നിരീശ്വരവാദികളാണ്. മുഅത്തിലൂനൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുടക്കികളാണവർ. ജാഹിദൂന, നിഷേധികളാണവർ. വലി മദ്ഹബിൽ മജൂസിയ്യത്തി മുഅ്തഖിദൂൻ, തീയ്യന്മാരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകളാണവർ. ലഹറത ഫീ ദൗലതിഹിം അൽ ബിദ്അ വൽ മുൻകറാത്ത്, അവരുടെ ഭരണത്തിലാണ് ബിദ്അത്തുകളും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രകടമായത്. മനസ്സിലായില്ലേ? ആ ഫാത്തിമിയാക്കളാണ് ഈ പരിപാടിയുമായിട്ട് വന്നിട്ടുള്ളത്. കൂടുതലും വിദ്യാർത്ഥികൾ അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാ മഹാനായ ഇമാം മഖ്ദീസി തന്റെ കിതാബുൽ മവാഇദ് വൽ ഇഅ്തിബാർ പറയുകയാണ്, വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമീന ഫീ തൂലിസ് സന, ഫാത്തിമിയാക്കളായ ആളുകൾക്കുണ്ടായിരുന്നു, ഭരണാധികാരികൾക്കുണ്ടായിരുന്നു കൊല്ലം ഉടനീളം അയാദ്, ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിൽപ്പെട്ടത് എന്തൊക്കെയാണ്? മൗസിമു റഅ്സിസ് സന വ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മൗലിദു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വ മൗലിദുൽ ഹസനി വ മൗലിദുൽ ഹുസൈനി അലൈഹിമസ്സലാം വ മൗലിദു ഫാത്തിമത അസ്സഹ്റ വ മൗലിദുൽ ഖലീഫത്തുൽ ഹാദിർ വ ലൈലത്തു അവ്വൽ റജബ് വ ലൈലത്തു നസ്ബി വ ലൈലത്തു അവ്വൽ ശഅബാൻ വ ലൈലത്തു നസ്ബി. ഇങ്ങനെ ഒരുപാട് അലി റളിയല്ലാഹുവിന്റെ പേരിലെ മൗലിദ്, ഫാത്തിമ ബീവിന്റെ പേരിലെ മൗലിദ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ മൗലിദ്, അതുപോലെ തന്നെ റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ, അതുപോലെ തന്നെ ശഅബാൻ 15ന്റെ രാത്രിയിൽ, ഇങ്ങനെ ഒരുപാട് മൗലിദ് ഈ ഖൗമാണ് ഉണ്ടാക്കിയത്. അവരെ പറ്റി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവിടുത്തെ അൽ ബിദായിൽ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അക്രമികളായ, നിരീശ്വരവാദികളായ, താന്തോന്നികളായ, തമ്മാടികളായ, ഇസ്ലാമിനെ നശിപ്പിക്കാമെന്ന വർഗം അവരാണ് ഫാത്തിമിയാക്കൾ. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ അല്ലാമ ശൈഖ് മുഹമ്മദുൽ മുത്തഖി അൽ ഹനഫി മഹാനവറുകൾ ഈജിപ്ത് സമൂഹത്തിന്റെ വൈജ്ഞാനിക മേഖലയിൽ വിപ്ലവമായ മുന്നേറ്റം നടത്തിയ വളരെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അഹ്സനുൽ കലാമിൽ കാണാം, അദ്ദേഹം പറയാണ്, ഫീമാ യതഅല്ലഖു ബിസ്സറതി വൽ ബിദ്അതു മിനൽ അഹ്കാമി. അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേരാണ് എന്താണ്? അഹ്സനുൽ കലാം ഫീമാ യതഅല്ലഖു ബിസ്സനതി വൽ ബിദ്അതി മിനൽ അഹ്കാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അറിയോ? ഇന്ന അവ്വല മൻ അഹദതഹാ ബിൽ ഖാഹിറതി അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ, ആദ്യമായി ഖാഹിറയിൽ ഇത് ഉണ്ടാക്കിയത് ഫാത്തിമിയാക്കളായ ഭരണാധികാരികളാണ്. അവരാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഫബ്തദൗ സിത്തത മവാലിദൻ നബവി വ മൗലിദ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ്, അതായത് അവർ 6 മൗലിദുകൾ പുതുതായി ഉണ്ടാക്കി. ഒന്ന് നബിന്റെ മൗലിദ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ, ഇങ്ങനെയുള്ള മൗലിദുകൾ അവരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. എന്താണ് അവരുടെ പരിപാടി? എന്താ? ഇസ്ലാമിനെ നശിപ്പിക്കന്നെ. മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ബിദ്അത്ത് ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാർ അതിനെന്താ തെളിവ് നോക്കും, കുറച്ച് ആൾക്കാർ തെളിവ് ഉണ്ടാക്കാൻ നോക്കാന്ന് പറയും. അങ്ങനെ ഈ സമൂഹത്തിന്റെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാൻ നല്ലൊരു കല്യാണം നടക്കുമ്പോൾ അതിൽ സദ്യന്റെ വലിയ ബിരിയാണി ചെമ്പിന്റെ ഉള്ളിൽ കത്തി ഒരുത്തന്നെ ഒരു ടീസ്പൂൺ എലിവശം കൊണ്ടുവന്നിട്ട് അത്ര തന്നെ ഉള്ളൂ. മനസ്സിലല്ലേ? എന്താ ഞാൻ എലിവശം എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും. അള്ളാന്റെ റസൂലിനോട് സുഇലാൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? ഫീ ഉലിത്തു, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടു എന്നാ. അള്ളാന്റെ റസൂൽ പറയാ എന്നെ പ്രസവിക്കപ്പെട്ട അന്ന് നോമ്പാണ് എന്ന് പറയുമ്പോൾ ഈ കൗമ് അന്ന് പെരുന്നാൾ ആഘോഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. നബി നോമ്പ് വെക്കാൻ പറയുമ്പോൾ പെരുന്നാൾ ആഘോഷിച്ചോ? അതാരാ പറയാ? ഇസ്ലാമിന്റെ ശത്രുവല്ലേ സഹോദരങ്ങളെ? ഇനിയും നോക്കൂ നിങ്ങൾ, മഹാനായ അല്ലാമ ഇസ്മായിലുൽ അൻസാരി അദ്ദേഹത്തിന്റെ ഖൗലുൽ ഫസ്ൽ പറയാണ്, അത് ഖാല ഇബ്നു കസീർ റഹ്മഹുല്ലാഹി ഫിൽ ബിദായത്തി വന്നിഹായ ദൗലത്തുൽ ഫാത്തിമിയ്യ, ഫാത്തിമിയാക്കളായ ഭരണാധികാരികളെ സംബന്ധിച്ച് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹി അദ്ദേഹത്തിന്റെ അൽ ബിദായിൽ പറഞ്ഞിരിക്കുന്നു, ഹും കുഫാറുൻ ഫുസാഖുൻ ഫുജ്ജാറുൻ മുൽഹിദൂന സനാദിഖതു മുഅത്തിലൂനൽ ഇസ്ലാം ജാഹിദൂന വലി മദ്ഹബിൽ മജൂസിയ്യത്തി മുഅ്തഖിദൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കുഫാറുകളാണ്, അവിശ്വാസികളാണ്, തമ്മാടികളാണ്, ഇസ്ലാമിന് എതിരെ പ്രവർത്തിക്കുന്നവരാണ്, നിരീശ്വരവാദികളാണ്, ഇസ്ലാമിനെ മുടക്കികളാണ്, ഇസ്ലാമിനെ നിഷേധികളാണ്, അതുപോലെ തന്നെ തിയ്യന്മാരുടെ മദ്ഹബിനെ വിശ്വസിക്കുന്നവരാണ്. ഈ ഖൗമ് തിയ്യന്മാരുണ്ടാക്കിയ ആചാരം മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ആളുകൾ. എന്നിട്ട് പറയാ, അവരുടെ ഭരണത്തിലാണ് വിദ്യാർത്ഥികളും മുങ്കറത്തുകളും തെറ്റായ കാര്യങ്ങളൊക്കെ വെളിവായത്, പ്രകടമായത്.
അതിൽ ഫസാദി കുഴപ്പക്കാർ കൂടുതൽ ഉണ്ടായതും അവരുടെ കാലത്താണ്. അവരുടെ കാലത്ത് സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഉലമാക്കളും കുറവായിരുന്നു. അവരുടെ കാലത്ത് വിപ്ലവകരമായ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു. അവരാണ് ഇതുണ്ടാക്കിയത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ. പിന്നെന്താ പറയല്? മുളഫർ രാജാവാണ് ഉണ്ടാക്കിയത്. മുളഫർ രാജാവാണ് റസൂലിന്റെ സഹാബിയാണോ സുഹൃത്തുക്കളെ? അല്ലല്ലോ. സാബികളിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. തമിഴ് താബികളിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. ഈ മുളഫർ രാജാവിനെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ശഹാബുദ്ദീനുൽ യാഖൂത്തുൽ ഹമവി മഹാനവറുകൾ തന്റെ മുഅ്ജമുൽ ബുൽദാനിൽ പറയുന്നത് കാണാം. ഹിജ്റ 575 ഈ ലോകത്ത് ജീവിച്ച പണ്ഡിതരാണ് മഹാനവറുകളുടെ മുഅ്ജമുൽ ബുൽദാനിൽ കാണാം ഈ മുളഫർ രാജാവിനെ സംബന്ധിച്ച് ഒതിബാഹു ഹാദൽ അമീരി മുഖ്തലിഫത്തുൻ മുതലാദ്ദത്തുൻ ഫഇന്നഹു കസീറുൽ ളുൽമി അസൂഫുൻ ബിർറഇയ്യ. എന്താ പറയുന്നറിയോ? ഈ ഭരണാധികാരിയുടെ പ്രകൃതി വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥക്കാരനാണ്. ആക്രമിയായ ഭരണാധികാരിയാണ്. ഭരണീയരെ പീഡിപ്പിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ജനങ്ങളിൽ നിന്ന് സമ്പത്ത് അവിഹിതമായി കവർന്നെടുക്കുന്നവനാണ്. അവിഹിതമായി സമ്പത്ത് സമാഹരിക്കുന്ന വ്യക്തിയാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാവങ്ങൾക്ക് നല്ലോണം ധർമ്മം ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. കൂടുതൽ സദഖ ചെയ്യുന്ന മനുഷ്യനാണ്. എന്നാൽ വഫീദാലിക യഖൂലു ശായിർ, അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തിയെ സംബന്ധിച്ച് കവികളുടെ പ്രഖ്യാപനം എന്താ അറിയോ? കസായിയത്തിൻ ലിൽ ഖൈരി മിൻ കസ്ബി ഫർജിഹാ ലകിൽ വൈലു ലാ തസിനി വലാ തസദ്ദഖി. ഒരു പെണ്ണ് പാവപ്പെട്ട ആൾക്കാരെ വിശപ്പ് മാറ്റാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തിയാ ഒരു പെണ്ണ് വേശ്യാവൃത്തിക്ക് പോകുക. എന്നിട്ട് അവള് വേശ്യാലയം തുറന്നിട്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പരിപാടി എന്താണ്? അതുപോലെയാണ് ആ വേശ്യയോട് പറയാനുള്ളത്. നിന്റെ വേശ്യാവൃത്തി നിർത്തുക, നിന്റെ സമ്പത്തിന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതുപോലെയുള്ള കവിതയാണ് ഇവിടെ പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ രൂപത്തിൽ ആ ഭരണാധികാരിയെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി നല്ലത് പറഞ്ഞവരുണ്ടാകാം. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പറയുകയാണ്. പിന്നെ എന്താ പറയുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നഹു ഖാല ഫീമാ ദക്കറഹു അൻ സുൽത്താനി ഇർബൽ അന്നഹു കാന യഅമലു ലിസ്സൂഫിയ ഫിൽ മൗലിദ് സമാഅൻ മിനൽ ളുഹരി ഇലൽ ഫജ്ർ വയർഖുസു ബിനഫ്സിഹി മഅഹു. അദ്ദേഹം സൂഫിയാക്കൾക്ക് ഈ മൗലിദിന്റെ പല വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മാത്രമല്ല അദ്ദേഹം ഡാൻസ് എടുക്കുന്നതാണ്. യർഖുസു ബിനഫ്സിഹി, സ്വന്തം ഡാൻസ് കളിക്കും അദ്ദേഹം. എന്നാൽ മഹാനായ ഇസുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് റഖ്സിനെ സംബന്ധിച്ച്, ഡാൻസിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അർറഖ്സു ലാ യതആതാവില്ല നാഫിസുൽ അഖ്ലി, ബുദ്ധി നഷ്ടപ്പെട്ടവരല്ലാതെ ഡാൻസിന് ഇറങ്ങൂല. ഇസ്ലാമിന്റെ പരിപാടിയല്ല. ഇമാം ഗസാലി എന്താ പറഞ്ഞത്? അർറഖ്സു ഹമാഖ, ഡാൻസ് കളിക്കുക എന്നുള്ളത് വിവരക്കേടാണ്, ഹംഖിന്റെ പരിപാടിയാണ്. അതില്ലാത്തതൂരി ഇല്ലാ ബി തഅബി, ഡാൻസ് കളിക്കുന്ന സ്വഭാവം ഒരാൾ ഉണ്ടായാൽ അത് അവനിൽ നിന്ന് നീങ്ങിപ്പോടുന്നുണ്ടെങ്കിൽ നല്ല മല്ലാണ്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, മഹാനായ അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് പറയാ, ഖദ് നസ്സൽ ഖുർആനു അല നയ്യാനി റഖ്സി, അല്ലാഹു ഖുർആനിൽ ഡാൻസിനെ വ്യക്തമാക്കി വിരോധിച്ചിട്ടുണ്ട്. ഫഖാല അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞു, വലാ തംശി ഫിൽ അർദി മറഹ, നീ ഭൂമിയിൽ മറഹോട് കൂടെ നടക്കരുത്. എന്താ മറഹ്? വറഖ്സു അശദ്ദു മിനൽ മറഹി, റഖ്സ് എന്ന് പറഞ്ഞാൽ മറഹിനേക്കാൾ കഠിനമാണ്. മറഹി എന്ന് പറഞ്ഞാൽ അഹന്ത എന്നാണല്ലോ. ഈ അഹന്തയേക്കാൾ കുറ്റകരമായതാണ് റഖ്സ് എന്നുള്ളത്. അപ്പോ ഇദ്ദേഹം റഖ്സിന്റെ ആളാണ്. ആ റഖ്സ് വിവരക്കേടാണ്. ആ വിവരക്കേട് ചില്ലറ മല്ലോട്ടൊന്നും നീങ്ങൂല, നല്ലോ പണിയെടുക്കാതെ മേത്തുനിന്ന് പോയി കിട്ടാൻ അത്തരം ഒരാളാണ് ഈ മുളഫർ രാജാവെന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു. ഞാൻ പറയുന്നത് അയാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ആരാധനയ്ക്ക് മാനദണ്ഡമായി ആര് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ മുളഫർ രാജാവ് എന്ന് പറയുന്ന ആളുകൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മാത്രമല്ല നോക്കൂ നിങ്ങൾ, ഈ പിന്നെ നബിന്റെ ജന്മദിനാഘോഷ പരിപാടിയെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? നോക്കൂ, അൽ ഹാവിയിൽ ഫതാവയിൽ കാണാം, ഇമാം ഫാക്കിഹാനി ഈ മൗലിദാഘോഷത്തെ കുറിച്ച് പറഞ്ഞ പരാമർശത്തെ ഇമാം സുയൂത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇമാം സുയൂത്തി ഫാക്കിഹാനിനെ പറയുന്നത് എങ്ങനെയോ? താജുദ്ദീൻ ഉമർ ബിൻ അലി അൽ-ലഖ്മി അൽ മശ്ഹൂർ ബിൽ ഫാക്കിഹാനി. ഇമാം ഫാക്കിഹാനിയെ ഇമാം സുയൂത്തി ഷെയ്ഖ് എന്നാ വിളിക്കുന്നത്. ആ ഷെയ്ഖ് മഹാനവറുകൾ നമ്മൾ പറയില്ലേ? കാരണം എന്താ വെച്ചാൽ ഇമാം ഫാക്കിഹാനി നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. സമാനതകളില്ലാത്ത ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനാണ് അദ്ദേഹം. അത്രയും വലിയ ആലിമാണ്. മഹാനവറുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന പരാമർശം കേട്ടാൽ നമ്മളെ കരൾ പൊട്ടിപ്പോകും. ആ ജാതി പരാമർശം അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയാം, ലാ അഅ്ലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന, ഈ പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നോ നബി തങ്ങളുടെ ഹദീസിൽ നിന്നോ ഒരു അടിസ്ഥാനവും എനിക്കറിയില്ല. വലാ യുൻഖലു അമലുഹു, ഈ മൗലിദാഘോഷത്തെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, പെടുന്നില്ല. അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിലെ ഒരൊറ്റ പണ്ഡിതനെ തൊട്ടും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒറ്റ പണ്ഡിതനിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൽ മുതമസ്സിഖൂന ബി ആസാറിൽ മുതഖദ്ദിമീൻ, പൗരാണികരുടെ അസറുകളെ മുറുകെ പിടിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ അഹദഹൽ ബത്താലൂൻ വശഹവതു നഫ്സിൻ യൽതനാ ബിഹൽ അക്കാലൂൻ, സത്യത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പുതുതാക്കി ഉണ്ടാക്കിയതാണ്. അത് തീറ്റ കൊതിയന്മാരായ ആളുകൾ ഉണ്ടാക്കിയതാണ്. എഴുത്തനാബിയൽ അക്കാലു ശാപ്പാട്ട് രാമന്മാരുണ്ടാക്കിയതാണ്.
ഇസ്ലാമികമായ ശരീഅത്ത് ഇതിന് അനുവാദം നൽകിയിട്ടില്ല. വലാ ഫഅലഹു സ്വഹാബത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇത് പ്രവർത്തിച്ചിട്ടില്ല. വല താബിഊന, താബിഈങ്ങളും ഇത് പ്രവർത്തിച്ചിട്ടില്ല. സഹാബത്തിന്റെ ശിഷ്യന്മാരും പ്രവർത്തിച്ചിട്ടില്ല. അൽ മുതദയ്യിനൂന ഫീമാ അലിഫ്തു, ഞാൻ പഠിച്ചിടത്തോളം ദീനീ ബോധമുള്ള ഒരൊറ്റ താബിയും ഇത് ചെയ്തിട്ടില്ല. വഹാദാ ജവാബിയൻ ബൈന യദയില്ലാഹി തആല ഇന്നന്നു സുഇൽതു, നാളെ മഹ്ശറ വൻസഭയിൽ വരുമ്പോ മീസാനിന്റെ അടുക്കൽ വെച്ച് വിചാരണ നടക്കുമ്പോ പടച്ച തമ്പുരാൻ നബിദിനാഘോഷത്തെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ അല്ലാഹുവിനോട് പറയുന്ന മറുപടി, റബ്ബേ, ഈ മൗലിദിന് നിന്റെ ഖുർആനിൽ നിന്ന് ഞാൻ തെളിവ് കണ്ടിട്ടില്ല, നിന്റെ പ്രവാചകന്റെ ഹദീസിൽ നിന്ന് ഞാൻ തെളിവ് കണ്ടിട്ടില്ല, മാത്രമല്ല മതബോധമുള്ള ഒരൊറ്റ പണ്ഡിതനിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, നിന്റെ പ്രവാചകന്റെ ശിഷ്യന്മാരായ സഹാബാക്കൾ ആരും ഇത് പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് പടച്ചവരെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് റബ്ബേ തീറ്റക്കൊതിയന്മാരായ സത്യത്തോട് കുലബന്ധം പോലും ഇല്ലാത്ത ശാപ്പാട്ടുരാമന്മാർ ഉണ്ടാക്കിയതാണ് എന്നാണ് എന്റെ അറിവ് റബ്ബേ എന്ന് മഹ്ശറയിൽ ഞാൻ പറയും എന്ന് ഇമാം ഫാത്തിഹാനിയെ പറഞ്ഞു. ആലോചിച്ച സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ഫാത്തിഹാനിയെ സംബന്ധിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ നിരവധി അനവധി പണ്ഡിതന്മാർ വാനോളം പുകഴ്ത്തിയ പണ്ഡിതനാണ് മഹാനവറുകൾ. തബഖാത്തുൽ ഔലിയയിൽ മഹാനായ ഇബ്നു മുലഖിൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ അൽ ഫഖീഹുൽ ഫാദിൽ എന്നാണ് മഹാനവറുകളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത്. ഏറ്റവും ശ്രേഷ്ഠനായ ഫഖീഹാണ് അദ്ദേഹം. അൽ ആലിമുൽ മുതഫന്നിൻ, വൈവിധ്യമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഫിൽ ഹദീസ് വൽ ഫിഖ് വൽ ഉസൂൽ വൽ അറബിയ, ഹദീസിലും ഫിഖിലും നിദാനശാസ്ത്രത്തിലും അറബി ഭാഷയിലും മഅദ്ദീനിൽ മതീനി വസ്വലാഹിൽ അളീം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ ഹദൽ ഖിറാഅത്തി അൻ അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് അൽ മാസൂരി, മഹാനവറുകൾ ഖുർആനിന്റെ വ്യത്യസ്തമായ പാരായണങ്ങൾ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് അൽ മാസൂരിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. അതുപോലെ മഹാനവറുകൾ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങളിൽ വളരെ വിപുലമായ പഠനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വളരെ വലിയ സ്വലാഹിയത്ത്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വല്ലാതെ ചെയ്ത മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നിങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഇമാം ഫാത്തിഹാനി ഉദ്ധരിച്ചതായിട്ട് നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ലോക അംഗീകരിച്ച പണ്ഡിതനായ ഇമാം ഫാത്തിഹാനി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അക്കാലൂൻ ഷാപ്പാശ്രാമന്മാരുണ്ടാക്കിയതാണ് എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല നിങ്ങൾക്കറിയോ, ഞാൻ ഇതോടുകൂടെ ആദ്യം പറയാ, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുജാഹിദുകൾ കേരളത്തിൽ ഇന്നുള്ളത് പോലെയല്ല. ആ സമയത്ത് മഞ്ചേരിക്കടുത്ത് മുത്തന്നൂരിൽ ഒരു സഹോദരൻ മുജാഹിദ് ആദർശം സ്വീകരിച്ച് മരണപ്പെട്ടു. ആർക്കും മുജാഹിദിനെ പരിചയമില്ല. അന്ന് ആ സഹോദരൻ മുജാഹിദാണ് എന്നതിന്റെ പേരിൽ ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കാൻ സമ്മതിച്ചില്ല. കേരളത്തിലെ ഈ ഇന്ന് കാണുന്ന ഈ മൗലിയാക്കന്മാരുടെ നേതാക്കന്മാർ അതിന് സപ്പോർട്ട് ചെയ്തു. 5 ദിവസം ആ മനുഷ്യന്റെ മയ്യത്ത് കബറടക്കാതെ അവരുടെ വീട്ടിൽ തന്നെ വെക്കേണ്ടി വന്നു. മക്ബറയിലേക്ക് കൊണ്ടുപോയി, പക്ഷേ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടേണ്ടി വന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് വീട്ടിന്റെ മുന്നിൽ കിടക്കുക. 5 ദിവസം ഒരു മനുഷ്യന്റെ മയ്യത്ത് വീടിന്റെ മുന്നിൽ കിടക്കുക മുജാഹിദാദിന്റെ പേരിൽ. എന്നിട്ട് അത് കേസായപ്പോൾ അത് വാദിക്കാൻ വേണ്ടി വന്നത് ആരെയൊന്നും കോടതിയിൽ ഒന്ന് ഇ കെ ബക്കർ, മറിച്ച് അപ്പുറത്തുനിന്ന് മുജാഹിദിന് വേണ്ടി CP അബൂബക്കർ മൗലവി, ഫറൂഖ് കോളേജിൽ പ്രൊഫസറായിരുന്ന മഹൽ വ്യക്തിത്വമാണ് CP അബൂബക്കർ മൗലവി. അദ്ദേഹം അത് വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയോ? ഇവർ കോടതിയിൽ പറഞ്ഞത് ഈ മനുഷ്യന്റെ മയ്യത്ത് മറപാടാതിരിക്കാൻ കാരണം മുസ്ലിം അല്ല എന്നാ. എന്താ മുസ്ലിം അല്ലാതിരിക്കാൻ കാരണം? ഇവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കണല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുള്ളൂ. എന്താ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാൻ കാരണം? ഇവർ മൗലൂദ് ഓതാറില്ല, സദ്യയിൽ മൗലൂദ് ഓതില്ല. അതുകൊണ്ട് ഇവര് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാത്തവരാണ്, കാഫിറാണ്. അതില് CP അബൂബക്കർ മൗലവി ഇമാം ഫാത്തിഹാനിയുടെ ഈ ഇബാറത്ത് കോടതിയുടെ മുമ്പിൽ വെച്ചു. മഹാനവറുകൾ വായിച്ച ഇമാം ഫാത്തിഹാനി പറഞ്ഞിരിക്കുന്നു, ലാ അഅലമു ലിഹാദിൽ മൗലിദി അസ്റൻ ഫീ കിതാബിൻ വലാ സുന്ന വലാ യുൻകറു അമലു അൻ അഹദ് മിൻ ഉലമാഇൽ ഉമ്മ الذين هم القدوة في الدين المتمسكون بآثار المتقدمين بل هو بدعة أحدثها البطالون وشهوة نفس اعتنى بها الأكالون. നിങ്ങൾ വായിച്ചിട്ട് മണിയായിട്ട് അർത്ഥം വെച്ചിട്ട് അവസാനത്തെ പരാമർശം എഴുത്തനാബിഹൽ അക്കാലൂൻ, ഇത് ശാഫാഗ്രാമന്മാരുണ്ടാക്കിയതാണ് എന്ന് മഹാനായ CP അബൂബക്കർ മൗലവി പറഞ്ഞപ്പോ അതിന് നൽകിയ ഖണ്ഡനം തരോ, അതിന് മറുപടി പറഞ്ഞാൽ തരോ? അക്കാലൂൻ എന്ന വേർഡിന് മുജാഹിദ് മൗലവി പറഞ്ഞ അർത്ഥം തെറ്റാണ്, അതിന് ശാഫാഗ്രാമൻ എന്ന് പറഞ്ഞത് ശരിയായില്ല, അത് തെറ്റായ അർത്ഥമാണ്. അപ്പൊ കോടതി ചോദിച്ചു, നാ പറയുമ്പോൾ ശരിയായ അർത്ഥം? അപ്പൊ ഈക്കന്റെ മറുപടി, അതിന് ശരിയായ അർത്ഥം പോനെ തിന്നുന്നവനാണ്, ശാപ്പാട്ട് എന്നല്ല, രാമൻ അവിടെ ഇല്ലാന്ന്. അപ്പൊ കോടതി പറഞ്ഞു, മൂല്യരെ ശാപ്പാട്ട് എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ് പോനെ തിന്നുന്നവൻ. നിങ്ങൾ പറഞ്ഞ പോനെ തിന്നുന്നുണ്ടല്ലോ, ഓന്റെ വേറെ ശാപ്പാട്ട് എന്നും പറഞ്ഞ് കോടതി എന്ത് ചെയ്തെന്നോ? കോടതി തള്ളി കേസ്. എന്നിട്ട് കോടതി പറഞ്ഞു, ഈ കേസ് മുജാഹിദുകൾക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു, ഇതിന്റെ കോടതി ചെലവ് നട്ടപരിഹാരം കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ തൊപ്പിട്ട് പോയത് അക്കാലത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇമാം ഫാത്തിഹാനിയുടെ ഇബാറത്ത് നമ്മുടെ ഇന്ത്യയിലെ കോടതികളുടെ വരാന്തയിലുള്ള ആളുകളേക്ക് ഒരു ഇടിമിന്നൽ പോലെയാണ് അവർക്ക് അന്ന് കൊണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇബാറത്തുകളൊക്കെ പുതിയതായിട്ട് ഉമർ ഫൈസി കൊണ്ടുവന്നല്ല. പണ്ട് മുജാഹിദുകളെ കാഫറാക്കിയ മനുഷ്യന്മാരെ കാലുവാരി നിലത്തിട്ടടിച്ചത് ഇമാം ഫാത്തിഹാനിയുടെ ഇബാറത്ത് എന്താണെന്ന് ഓർത്തോളി. ഇനി നോക്കൂ, മഹാനായ ഇമാം അബൂ അംർ ബിൻ അൽ അലാ റളിയല്ലാഹു അൻഹു മഹാനവർ എന്താ പറയുന്നത്? അന്ന ശഹ്റല്ലദീ ഉലിദ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം വഹുവ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലാണല്ലോ. വഹുവ ബിഐനി ശഹ്റുല്ലദീ തൂഫിയ ഫീഹി, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും റബീഉൽ അവ്വലിലാണ്.
കാരണം ഇയാൾ റബീഉൽ അവ്വലിലാണ് നബി ജനിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ മുമ്പ് പറയാറ് എന്നാൽ റബീഉൽ അവ്വൽ തന്നെയാണ് നബി മരണപ്പെട്ടതും. എന്നാൽ ഫലൈസൽ ഫറഹു ഫീഹി ബിഔലാ മിനൽ ഹുസ്നി ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മരണപ്പെട്ടത് കൊണ്ട് ആ റബീഉൽ അവ്വലിൽ സങ്കടം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് വിശ്വാസിക്കുണ്ടാവുക. ആ സങ്കടത്തെക്കാൾ അന്ന് സന്തോഷിക്കുക എന്നുള്ളത് യോജിച്ചതല്ല. നോക്കൂ നിങ്ങൾ, സന്തോഷിക്കുക എന്നുള്ളത് സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ല. ആരാ പറയുന്നത്? ഇമാം അബൂ അംർ ഇബ്നുൽ അലാ റളിയല്ലാഹു അൻഹു. നമുക്ക് സങ്കടപ്പെടുകയാണ് വേണ്ടത്, നമുക്ക് സന്തോഷിക്കല്ല വേണ്ടത്. വഹാദാ മാ അലൈനാ അൻ നഖൂല വമിനല്ലാഹി തആല നർജു ഹുസ്നൽ ഖബൂൽ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി എന്താ പറയുന്നത്? ഹാദാ മാ അലൈനാ അൻ നഖൂൽ, ഇതാണ് നമ്മൾ പറയാൻ നമുക്ക് ബാധ്യതയുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വ്യക്തമായിട്ടാണ് ഈ പണ്ഡിതന്മാർ ഇത് പറയുന്നത്. അതല്ലേ സഹോദരങ്ങളെ? നിങ്ങളിപ്പോ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നിങ്ങൾ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ആളുകളാണല്ലോ ഇതിൽ ഭൂരിഭാഗം ആളുകൾ. നിങ്ങൾ കരുവാരകുണ്ട് പഞ്ചായത്തിലെ സമസ്തയുടെ പള്ളിയിൽ ജുമാക്ക് നിങ്ങൾ പോയപ്പോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിങ്ങളെ കുത്തുബയിൽ എന്താ നിങ്ങൾ കേട്ട സുഹൃത്തുക്കളെ? വെള്ളിയാഴ്ചയിലെ നബാത്തിയ ഖുതുബ നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? അന്ന് വെള്ളിയാഴ്ച നബാത്തിയ ഖുതുബയിൽ സങ്കടപ്പെടാനല്ലേ പറഞ്ഞ സുഹൃത്തുക്കളെ? വെള്ളിയാഴ്ചയിൽ നിങ്ങൾ പള്ളിയിൽ ജുമാക്ക് പോയപ്പോൾ ഏത്തുകാട് ജുമാഅത്ത് പള്ളിയിലും പുത്തനിയിലും ഇരിങ്ങാട്ടിയിലും മാമ്പൊഴിയിലും കരുവാരകുണ്ടും കണ്ണത്തും പുൽവട്ടയിലും കുട്ടത്തിയിലും നീലാഞ്ചേരിയും അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഇങ്ങോട്ട് പോകുന്ന കൊമ്പങ്കലിലും മേലാറ്റൂരും ഏത്തുക്കാടും മത്താണിക്കലും കേക്കുംപാടത്തും എല്ലാ പള്ളിയിലും സഹോദരങ്ങളെ നിങ്ങൾ ജുമാക്ക് പോയപ്പോ നിങ്ങൾ അവിടെ കേട്ടത് റബീഉൽ അവ്വലിൽ ആഘോഷിക്കണമെന്നല്ല. നിങ്ങളുടെ മിമ്പറിൽ നിന്ന് അവിടുത്തെ ഉസ്താദുമാർ അറബിയിലെ ഖുതുബയിൽ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ പള്ളിയിൽ പറഞ്ഞത് സങ്കടപ്പെട്ടോളിയും കരഞ്ഞോളിയും ഇന്നലെ പറഞ്ഞത് റബീഉൽ അവ്വൽ കേട്ടോളൂ. എന്താ കഴിഞ്ഞ ഒന്നാമത്തെ റബീഉൽ അവ്വൽ 1 ഖുതുബ നിങ്ങളുടെ പള്ളിയിൽ ഈ പറഞ്ഞ പള്ളികളിലൊക്കെ എന്താ ഉള്ളത്? അയ്യുഹന്നാസ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയിഹി വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ വനബിയിഹി വസഫീഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഖിറാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി വലഖദ് അതാഹു ഫീ മിദ്ലി ശഹരികും ഹാദാ മിൻ റസൂലി റബ്ബിൽ കിറാം അൽ മുഅക്കലൂന ബിഖബ്ലി നുഫൂസിൽ അനാം. ഓ ജനങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മഹാനായ ഒരു വ്യക്തിയില്ലല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമായ വ്യക്തിയാണല്ലോ. മഹാനവരുടെ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അവസാനിച്ചപ്പോൾ, പ്രവാചകന്റെ അവധിയെത്തിയപ്പോൾ മഹാനവർക്ക് യാതൊരു സാവകാശവും ലഭ്യമായില്ലല്ലോ. മഹാനവരുടെ റൂഹ് പിടിക്കേണ്ട സമയമായപ്പോ ലഖദ് അതാഹു ഫീ മിദ്ലി ശഹരികും ഹാദാ, ഈ മാസം പോലെയുള്ള റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നത്. മിൻ റസൂലി റബ്ബിൽ കിറാം അൽ മുഅക്കലൂന ബിഖബ്ലി നുഫൂസിൽ അനാം, സൃഷ്ടികളുടെ റൂഹിനെ പിടിക്കാൻ, മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ ഈ മാസത്തിലല്ലേ ജനങ്ങളെ വന്നത്. ഫബകാരി മൻദരീമൻ അബ്സറ വൻദഹബൽ മസ്റഈമൻ ഹളറ ഫലം യദ്ഫൽ ജസു അൻഹു മഖദൂറ വലാ റാഖബൽ മുൽകു ഫീഹി അഹ്ലം വലാ ശിറാ ബൽ ഇൻതദറ മാ കാന ബിഹി മഅമൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം കണ്ട് പലരും കരഞ്ഞുപോയി, എല്ലാവരും വിഷമിച്ചു പോയി. പക്ഷേ ആരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒന്നും അള്ള കണക്കാക്കിയതിനെ തടുക്കാൻ പര്യാപ്തമായില്ല. എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അവിടെ അരങ്ങേറുകയാണ്. റബ്ബിന്റെ കണക്കാക്കലിന് കീഴൊതുങ്ങിപ്പോയി. എന്നിട്ട് പറയാണ് യാ അബീദൽ അമാൽ അമാ തത്തൈലൂന ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീന വ ഇമാമുൽ മുത്തഖീന വ ഹബീബി റബ്ബിൽ ആലമീൻ. എന്താണ് കുട്ടിയിൽ കേട്ടത്? ഏത്തുകാട്ട പള്ളിയിലും പുത്തനിയിലെ പള്ളിയിലും ഇരിങ്ങാട്ടി പള്ളിയിലും മാമ്പായ പള്ളിയിലും ഒക്കെ പറഞ്ഞ എന്താ അറിയോ? യാ അബീദൽ അമാൽ, ഓ ആഗ്രഹങ്ങളുടെ അടിമകളെ, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളെ, അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ, അമാ തത്തൈലൂന, നിങ്ങൾ ഉപദേശം ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ലേ? ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ജനങ്ങളുടെ നേതാവാണ്, മുർസലുകളുടെ നേതാവാണ്, റബ്ബുൽ ആലമീന്റെ ഹബീബാണ്. ആ റബ്ബുൽ ആലമീന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മരണപ്പെട്ടതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? തളുന്നൂന അന്നകും ഫി ദുനിയാ മുഖല്ലദൂൻ, നിങ്ങൾ ഈ ദുനിയാവിൽ എക്കാലം ജീവിക്കുമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഈ മാസത്തിലല്ലേ നബി മരണപ്പെട്ടത്. ആ നബിയുടെ മരണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പരലോകത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ വിതുമ്പുന്നില്ലേ? അം തഹ്സബൂന അന്നകും മിനൽ മൗതി മഹ്സൂനൂൻ, നിങ്ങൾ മരണത്തെ തൊട്ട് സംരക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജനങ്ങളെ, മരണത്തെ ഓർക്കണേ. റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ ഖുതുബയിൽ വിളിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ഓർക്കണേ, പേടിക്കണേ, സങ്കടപ്പെടണേ. നിങ്ങൾ അത് ഓർക്കാതെ പോകുന്നവരെ ഇന്നക്കും ഇതെല്ലാം മഗ്റൂൻ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് വളരെ വിദൂരം തന്നെ. നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോയിരിക്കുന്നു മക്കളെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യം കേട്ടോ. അയ്നമൻകാന ഖബലകും മിനൽ ഖുറൂനില്ലദീന കാനൂ വതല മിൻകും അഅ്മാറാ വഅക്തറ ബിൽ അർളി ആസാറാ. എന്താ പറയുന്നത്? നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ വലിയ സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, വലിയ പ്രൗഢിയും അതുപോലെ ജനങ്ങളിൽ സ്വാധീനവും എല്ലാം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി മക്കളെ? എത്ര ശക്തമായിട്ടാണ് സങ്കടപ്പെടാൻ, പരലോകത്തെ പറ്റി ചിന്തിക്കാൻ പറയുന്നത്. എന്നിട്ട് പറയാൻ
അവരുടെ എല്ലാ അടയാളങ്ങളും പടച്ചതമ്പുരാൻ മായ്ച്ചു കളഞ്ഞു പോയി. അവരുടെ മരണം അവരുടെ വീടുകളെ ഹറാബാക്കി പോയി. അവരുടെ എല്ലാ അടയാളങ്ങളും മായ്ക്കപ്പെട്ടു പോയി. അതുപോലെ നിങ്ങളും ആകുമെന്ന് ഓർക്കണേ. ആ മുൻകഴിഞ്ഞു പോയ ഭരണാധികാരികളും സൈനിക മേധാവികളും കേമന്മാരും കൊമ്പന്മാരും എല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം മണ്ണിനടിയിൽ പോയില്ലേ? പ്രാണികൾക്ക് തിന്നാനുള്ള ഭക്ഷണമായില്ലേ? വിഷജന്തുക്കൾക്ക് മേഞ്ഞു നടക്കാനുള്ള മേച്ചിൽ പുറമായില്ലേ? അതുപോലെ ഒരു അവസ്ഥ സഹോദരങ്ങളെ നിങ്ങൾക്കും വരാൻ പോകുന്നില്ലേ? ഈ ദിവസമല്ലേ, ഈ മാസമല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടത്? എന്താ ജനങ്ങളെ നിങ്ങൾ സങ്കടപ്പെടാത്തത്? എന്താ നിങ്ങൾ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? അതല്ലാതെ നബിദിനാണ് എല്ലാവരും ചണ്ട കൊട്ടി ചാടിയാ നല്ല കുറ്റവാദ്യ കുതിരയിൽ പറയുന്നത്. അപ്പൊ അവനാന്റെ നിറന്തലയിൽ ആ മിമ്പറിന്റെ മോളിൽ കയറിയ മോലിയാർ പറയുന്ന നബാത്യ കുതുബയുടെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാൻ മതി അവിടുത്തെ മോലിമാരോട്. മിമ്പറിനെ കയറിന്റെ മുമ്പ് ഇന്നത്തെ കുതുബയിൽ എന്താ മോലിയാരെ പറയുന്ന ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ കാര്യം ഞങ്ങൾ വേളാറേണ്ടി വരില്ല. ഇപ്പൊ മുജാഹിദുകൾ ഇങ്ങനെ വേളാറേണ്ടി വരുന്നതുകൊണ്ടാ ഈ മോലിയമാർ കിതാബിലുള്ള പറയില്ല. അതിന്റെ ഉള്ളിലുള്ള മലയാളം ആ മോലിയാർ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾക്ക് കുതുബയിൽ പറഞ്ഞേ, നിങ്ങളുടെ പള്ളിയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് കരുവാരകുണ്ട് ഗ്രൂപ്പാണല്ലോ, ഞാൻ പറയാണ്, കേരളയിലെ പള്ളി, കരുവാരകുണ്ടിലെ പള്ളികൾ, കരുവാരകുണ്ട് അങ്ങാടിയിലെ പള്ളി, പാണത്തുമല പള്ളി, തരിശിലെ പള്ളി, പുൽവട്ടയിലെ പള്ളി, അതേപോലെ പുന്നക്കാട്ടുത്ത പള്ളി, മാമ്പഴിയിലെ പള്ളി, അതുപോലെ തൂരിക്കങ്ങട്ട് കിടന്ന അവരുടെ പള്ളികള്, പുത്തനയിലെ, ഇരിങ്ങാട്ടിയിലെ, അതേപോലെ ഏപ്പിക്കാട്ട്, ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ മോലിയമാര് കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറം വന്ന് അവർ നബാത്തിയ കുത്തുബയിൽ വായിച്ച ആ വായന, അത് മിമ്പറിന്റെ ചോട്ടുന്നതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പറയും. അവിടെ തറപ്രശ്നം ഉണ്ടല്ലോ. ഇനി ഏതായാലും കഴിഞ്ഞിലേക്ക് പോയി, ഇനി അടുത്ത വെള്ളിയാഴ്ച മൂല്യാവരി മിമ്പറിന്റെ കയറുമ്പോൾ പറയാൻ പറയും. അടുത്ത വെള്ളിയാഴ്ചത്തെ കുത്തുമെങ്കിലും അതിന്റെ ഉള്ളിലേ വരാൻ പറയും. അപ്പൊ എന്താ പറയുക, മുജാഹിദീങ്ങളായ ആളുകൾ വയത് പറയേണ്ടി വരുന്നത് ഈ മൂല്യമാര് പറയേണ്ടത് പറയാത്തത് കൊണ്ടാണ്. ഇതിലേ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ആ നബാത്തിയ കുത്തുബ മാത്രം മതി. നബിദിനം ആഘോഷമാണോ ആഘോഷിക്കാതിരിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് മാത്രമല്ല നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹി നബിന്റെ ജന്മദിനത്തെ കുറിച്ച് പറഞ്ഞാൽ അന്ന് നോമ്പ് വെക്കാനാണ്. ഏതെങ്കിലും ആഘോഷം സഹോദരങ്ങളെ നോമ്പ് വെച്ചിട്ട് വല്ല ആഘോഷമുണ്ടോ? പെരുന്നാളിനെ പറ്റി, വലിയൊരുനാളിനെ പറ്റി ആഘോഷിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, ചെറിയ നാളിനെ പറ്റി ആഘോഷിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു. അന്ന് എങ്ങനെ ആഘോഷം റസൂലുള്ളാഹി പറഞ്ഞത്? അയ്യാമു അഖിലിൻ വശുർബ്, ഭക്ഷണം കഴിക്കുന്നതിന്റെയും വെള്ളം കുടിക്കുന്നതിന്റെയും ദിവസങ്ങളാണ് കേട്ടോ റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു ആഘോഷം നോമ്പ് വെച്ചിട്ടാണ് കേട്ടോ റസൂലുള്ളാഹി പറഞ്ഞോ? എന്നാ അതിന് റസൂലുള്ളാഹി മോലിയാരല്ലേ, കിതാബോധ്യ മോലിയാരല്ലേ? അങ്ങനെ പറയുള്ളൂ. അള്ളാന്റെ റസൂൽ കിതാബോധ്യ മോലിയാരല്ല, അതുകൊണ്ടാണ് നബി അങ്ങനെ പറയാത്തത്. അല്ലാതെ എന്താ ഇതിനൊക്കെ നമ്മൾ പറയാം? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്നാ റബീഉൽ അവ്വൽ ആണോ? ഇവർക്ക് അതിന് വല്ല രേഖയുണ്ടോ? നബിന്റെ ജന്മദിനം എന്താണ് എന്നതിന് വല്ല രേഖയുണ്ടോ? ഈ മോലിയമാരൊക്കെ വാഴ വരാൻ ധരിക്കുന്ന ഒരു ഗ്രന്ഥം, എന്താ പേര്? നിങ്ങൾ തംബീഉൽ ഗാഫിലീൻ. ഞങ്ങളൊക്കെ കുട്ടികളായി വാഴ വരാൻ വേണ്ടി മൊലിയേറ്റിയാൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥം തംബീഉൽ ഗാഫിലീൻ. മഹാനായ അബുൽ യസൂഫ് സബർഖന്ദിയുടെ ഗ്രന്ഥമാണത്. അതിൽ മഹാനവറുകളുടെ ഒരു ഗ്രന്ഥമാണ് കിതാബുൽ വാഇലി. അതിൽ മഹാനവറുകൾ പറയാണ്, ഖലഖല്ലാഹു തആല സമാവാതി വൽ അർളീന യൗമ ആശുറാ. അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചിരിക്കുന്നത് മുഹറം 10-നാണ്. വഉലിദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശുറാ. നമ്മുടെ പ്രവാചകൻ ജനിച്ചതും മുഹറം 10-നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ സഹോദരങ്ങളെ, മുഹ്യദ്ദീൻ ശേഖിനെ പറ്റി പാടാറും പറയാറുണ്ട്. ഖാദിരി ത്വരീഖത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ, മുഹ്യദ്ദീൻ ശേഖിന്റെ ത്വരീഖത്താന്ന് പറയില്ലേ? ആ ശേഖിനെ വിളിച്ചാൽ ഇവിടുന്ന് ഉത്തരം ചെയ്യും, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായ്ക്കൂടെ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നല്ലേ പറയാറുള്ളത്. ആ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഒരു ഗ്രന്ഥം, അതിന്റെ പേരാണ് ഉജ്ഞത്തുൽ ത്വാലിബീൻ. ആ ഗ്രന്ഥത്തിൽ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, വതാബല്ലാഹു അലാ ആദമ ഫീ യൗമി ആശുറാ. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10-നാണ്. വഉലിദ നബിയ്യുക്കും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമി ആശുറാ. നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും മുഹറം 10-നാണ്. സഹോദരങ്ങളെ, വല്ലേ നിലക്കൊന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് ഷെയ്ഖിനെ പറ്റി പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഒന്ന് വിളിച്ചു നോക്കാലോ. ഷെയ്ഖെ, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചത് എന്നാണ്. നിങ്ങൾ എവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-നാണ് ജനിച്ചത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ചോദിച്ചു കൂടെ സമസ്തന്റെ അനുഭാവികൾക്ക്? ആലോചിക്കൂ സഹോദരങ്ങളെ. മുഹ്യദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു നബിന്റെ ജനന തീയതി മുഹറം 10-നാണ്. നിങ്ങൾ എവിടെ നിൽക്കും? മുഹ്യദ്ദീൻ ഷെയ്ഖ് പറയാണ് നബി ജനിച്ചത് മുഹറം 10-നാണ്. അബുൽ യസൂഫ് സബർഖന്ദി പറയാണ് നബി ജനിച്ചത് മുഹറം 10-നാണ്. പറയും നിങ്ങൾ എവിടെ നിൽക്കും സുഹൃത്തുക്കളെ? ഇനി മാത്രമല്ല, നിങ്ങളെ മൗലൂദിൽ മോലിയമാര് മൗലിദ് ഓതും. എന്റെ സഹോദരങ്ങളോട് പറയാണ്, സങ്കടത്തോടെ പറയാണ്, സമസ്തക്കാരായ ആളുകളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മോലിയമാരെ മൗലിദിന് വിളിക്കൂലേ? അന്ന് ചില മോലിയമാര് നിങ്ങൾക്ക് മൗലിദ് കിതാബിലെ ബർസൻജി മൗലിദ് നിർദ്ദേശിക്കും. ആ ബർസൻജി മൗലിദിൽ എന്താ പറയുന്നത് എന്നറിയോ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിനെ പറ്റി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കൊല്ലമാണ് ജനിച്ചത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി ഏത് മാസമാണ് ജനിച്ചത് എന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത് എന്നതിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ആരാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് നബിന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണ് എന്ന് രേഖ തന്നത്? മുഹ്യദ്ദീൻ ഷെയ്ഖ് പറയുന്നു മുഹറം 10-നാണ്. അബുൽ യസൂഫ് സബർഖന്ദി പറയുന്നു മുഹറം 10-നാണ് എന്ന്. ഷെയ്ഖ് ജീലാനിയൊക്കെ തട്ടി മാറ്റിയിട്ട് റബീഉൽ അവ്വൽ 12-ക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ ഉണ്ടായ ഛേദോവികാരം എന്താണ്? നെഞ്ചത്തിൽ വെച്ച് ആലോചിച്ച് നോക്കണം. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ജനിച്ചത് എന്നതിൽ നമുക്ക് തർക്കമില്ലല്ലോ. മുജാഹിദുകൾക്ക് നബി എന്നാ ജനിച്ചത് എന്നതിൽ തർക്കമില്ല.
മുജാഹിദുകൾ നബിയുടെ ജന്മദിനത്തെ പറ്റി പറയുന്നത് എന്താണ്? തിങ്കളാഴ്ചയിലാണ് നബി ജനിച്ചത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ഡേറ്റിൽ മുജാഹിദീങ്ങൾക്ക് വിഷയമല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ നാളെ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്നു. പക്ഷേ പല വർഷങ്ങളിലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ് 12 വരല്. പല വർഷങ്ങളിലും ചൊവ്വാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച പല ദിവസങ്ങളിലേക്കാണ് വരല്. അന്ന് മൂലമാരെന്താ തിങ്കളാഴ്ചക്ക് പരിഗണന നൽകൂല. അവരെന്ത് ചെയ്യുന്നവരോ 12 പരിഗണന നൽകും. 12 പരിഗണന നൽകും. ആരായി നൽകുന്ന കാര്യങ്ങൾ? നാട്ടുകാരെ ചോറ് പള്ളർച്ച് തിന്ന മൂല്യമാര്. ഇവരെ കാട്ടിക്കൂട്ടലൊന്നും നോക്കാണ്. റബീഉൽ അവ്വൽ 12 ഒരു പരിഗണന നൽകും. 12 ഘോഷയാത്ര, കുടിമര ചേർത്തൽ, അതുപോലുള്ള പരിപാടി, മൗലൂദും കാര്യങ്ങളൊക്കെ റബീഉൽ അവ്വൽ 12. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, ആരാ അവരോട് നബിന്റെ ജന്മദിനം 12 പറഞ്ഞത്? രേഖയൊന്നുമില്ല. ഓലർ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നബിന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണല്ലോ. അപ്പൊ തിങ്കളാഴ്ച അല്ലെങ്കിലും അത് ചൊവ്വാഴ്ച വന്നാലും അന്ന് ആഘോഷം ഉണ്ടാക്കുമ്പോ ഇവരുടെ കയ്യിലെ കോളെന്താ? നബിദിനത്തിന് തെളിവ് വരുന്ന പറയല്ലേ? തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അന്ന് നബിയെ പ്രസവിക്കപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. ഒരേ വഹാബിയ തെളിവ്. അപ്പൊ അന്ന് 12 ചൊവ്വാഴ്ചയാണെങ്കിലോ? അന്ന് 12 ചൊവ്വാഴ്ചയാണെങ്കിൽ എന്താ മൊഴിയാരെ ചെയ്യാ? അപ്പൊ മൊഴിയാൽ തെങ്ങുമെന്ന് ഇറങ്ങും. കള്ളൻ ഇറങ്ങിയ മാതിരി. ഒരു കള്ളൻ തേങ്ങ ആക്കാൻ വേണ്ടി തെങ്ങുമൊക്കെ. അപ്പൊ കള്ളനോട് ചോദിച്ചു ഉടമ കണ്ടാ പറയാം എന്താണ് തെങ്ങുമൊക്കെ? അപ്പൊ കള്ള പറഞ്ഞു ചവിടി വലിക്കാനാണ്. അതായത് പോത്തിനെ കഴിക്കുന്ന ചണ്ടി ഉണ്ടല്ലോ, അത് വലിക്കാനാണ്. അപ്പൊ പോത്തിനെ കഴിക്കുന്ന ചണ്ടി തെങ്ങിന് കൊള്ളാറുണ്ടാ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോരുന്നത് പറഞ്ഞു. എന്നതുപോലെ പിന്നെ മൂല്യമാരെ മറുപടി 12 പിന്നെ ആഘോഷം. അന്ന് ചൊവ്വാഴ്ചയാണെങ്കിലോ? ചൊവ്വാഴ്ചക്ക് പരിഗണന, തിങ്കളാഴ്ചക്ക് പരിഗണന അല്ല. അന്ന് 12 അന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ഒരു 12 പരിഗണന ആയിരിക്കും നമ്മുടെ നാട്ടില്. എന്നിട്ട് ആ 12 കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച നബിന്റെ ജന്മദിന, അല്ല അല്ലെങ്കിൽ തലേ ദിവസം നബിന്റെ ജന്മദിന. അന്ന് തിങ്കളാഴ്ച കേട്ടോ നബിന്റെ ജന്മദിനാണ്, എല്ലാവരും ഇറങ്ങിക്കോളി. ഇവൻ പറയോ? പറയില്ല. ഇവറ്റങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ സഹോദരങ്ങളെ, മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാന്നുള്ളതാണ്. എന്നാൽ നബിന്റെ ജന്മദിനത്തിൽ എന്താണ്, എങ്ങനെയാണ് കാണേണ്ടത്? റസൂലുള്ള പറയുക കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിനോട് തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവരികൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പ്രവാചകന്റെ ഹദീസിൽ കാണാം, തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖാല, റസൂലുള്ള പറഞ്ഞു, ഫീഹി ഉലിതു വഫീഹി ഉൻദില അലയ്യ. അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, എനിക്ക് വഹി ഇറങ്ങിയ ദിവസമാണ്. എന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് അവിടെ നിൽക്കാതെ റബ്ബിൽ അവർക്ക് കൊണ്ടുപോയി കെട്ടിക്കൂട്ടുക, 12 കൊണ്ടുപോയി കുറ്റിയടിക്കുക, ഈ പണി ചെയ്യാൻ ഇവരാരാ പഠിപ്പിച്ചത്? സഹോദരങ്ങളെ, മാത്രമല്ല റസൂലുള്ള പറയാണ്, തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നു, തുഴറുൽ അഅമാലി യൗമുൽ ഇത്നൈൻ. തിങ്കളാഴ്ച ദിവസം നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ കോടതിയിൽ പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെടും. ഞാൻ നോമ്പുകാരനായി കൊണ്ട് എന്റെ അമലുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരം വെളുത്തിട്ട് നോമ്പ് നോൽക്കാതെ രാവിലെ മിഠായി വിതരണം, ഘോഷയാത്ര പോകുന്നതൊക്കെ മധുരപലഹാര വിതരണം, ഉച്ചക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് മൗലൂദോതി ചാപ്പാടടിച്ച് പോരുന്ന മൂല്യമാരോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണ്. ഇമാം തിർമിദിയുടെ സുനനിൽ 747 നമ്പർ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് തിങ്കളാഴ്ച ദിവസത്തെ സംബന്ധിച്ച്. ഇമാം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി തങ്ങൾ പറയുകയാണ്, തിങ്കളാഴ്ച ദിവസത്തിൽ അമലുകൾ, നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ കോടതിയിൽ പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെടും. അതുപോലെ ഖമീസ് വ്യാഴാഴ്ച ദിവസത്തിലും അള്ളാഹുന്റെ റസൂൽ പറയാണ്, ഞാൻ നോമ്പുകാരനായി ഇരിക്കുന്ന സമയത്ത് എന്റെ അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. കരുവാരക്കുണ്ടിലെ സഹോദരങ്ങളെ, എന്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ഇത് എന്റെ വാക്കല്ല, ഉമർ ബൈസിന്റെ വാക്കല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. മഹാനവറുകളെ നിങ്ങൾക്കറിയാമല്ലോ, 7 ആകാശത്തിലൂടെ യാത്ര ചെയ്ത മഹാനാണ്. ആകാശങ്ങളിലൂടെ തന്റെ മുൻഗാമികളായ പ്രവാചകന്മാരെ കണ്ട മഹാനാണ്. മുൻകഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകന്റെ പിന്നിൽ നമസ്കാരത്തിന് പങ്കെടുത്തവരാണ്. ആ പ്രവാചകന്മാർക്കൊക്കെ ഇമാമായി നിന്ന് നമസ്കരിച്ച നബിയാണ്. സിദ്റത്തുൽ മുൻതഹ വരെ യാത്ര ചെയ്തമായ വ്യക്തിത്വമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം ഒറിജിനൽ രൂപത്തിൽ കണ്ട വ്യക്തിയാണ്. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകവും എല്ലാ മലക്കൂട്ടും അള്ളാഹു കാണിച്ചു നൽകിയ വ്യക്തിയാണ്. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ, എല്ലാവരെക്കാളും സ്നേഹിക്കാതെ നമ്മൾ മുഅ്മിനല്ല. അങ്ങനെയുള്ള നബിയാണ് പറയുന്നത്, ജനങ്ങളെ, തിങ്കളാഴ്ചയിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും, ഓരോ തിങ്കളാഴ്ചയിലും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഞാൻ നോമ്പുകാരനായി ഇരിക്കുമ്പോൾ എന്റെ അമൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞ നബി പറഞ്ഞത് കേൾക്കണോ? നാളെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശാപ്പാടടിക്കുമ്പോ നിങ്ങളുടെയും എന്റെയും ജീവന്റെ ജീവനായ നമ്മുടെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. നബി നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നബി കരയായിരിക്കും കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നോമ്പുകാരനായി ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ നിങ്ങൾ ശാപ്പാടടിക്കാൻ ചെയ്യുന്നത്. പരിശുദ്ധമായ പ്രവാചകന്റെ വചനമാണ് ഈ പറയുന്നത്. സുന്നി മുജാഹിദ് വിഷയമല്ലത്. ഇത് പരലോകത്തേക്ക് പോണ്ട പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിച്ച് മെനക്കട്ടോ, ഈ പരിപാടി ശരിയാണോ തെറ്റാണോ എന്ന്.
ഞാൻ ഈ പറയുന്നത് നേർക്ക് നേരെ ഹദീസാ. അള്ളാന്റെ റസൂൽ പറയാണ്, തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പുകാരനാവലിനെ ഇഷ്ടപ്പെടുന്നു. എന്റെ അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. അതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാതിരിക്കുന്നവരെ, നിങ്ങൾ നാളെ ആഘോഷമാണെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിന് നേരെ ഖണ്ഡനമാങ്ങൾ നടത്തുന്നത് ഓർത്തലും. സുന്നി മുജാഹിദ് തർക്കങ്ങൾ തർക്കിച്ചോളും. അതിന് മുജാഹിദീങ്ങളെ വണ്ടി മുടക്കുക, റോഡ് മുടക്കുക, വയ്യടക്കുക, എന്തൊക്കെ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾക്ക് സ്വയം കുഴികുത്തി ആ കുഴിയിലേക്ക് നിങ്ങൾ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല 4 മദ്ഹബിലെ പണ്ഡിതന്മാർ, 4 മദ്ഹബിലെയും വീക്ഷണം എന്താ? തിങ്കളാഴ്ചയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന് എന്ത് ചെയ്യണമെന്ന 4 മദ്ഹബും പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഇമാം നവവിയുടെ മജ്മുഹിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ മഹാനവരികൾ പറയുന്നത്? ഇത്തഫഖ അസ്ഹാബുനാ വഗൈറുഹും അലാ ഇസ്തിഹ്ബാബി സൗമിൽ ഇത്നൈൻ. നമ്മുടെ അതായത് ഷാഫി മദ്ഹബിലെ മുഴുവൻ പണ്ഡിതന്മാരും തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതാണ്. ഇനി ഹനഫി മദ്ഹബിലേക്ക് പോയാൽ കാണാം, ബദാഇഉ സനായിൽ നിങ്ങൾക്ക് കാണാം ഇമാം ഖാസാനിയുടെ പ്രഖ്യാപനം, ഇന്നഹു മുസ്തഹബ്ബുൻ, അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ലിഅന്ന ഹാദിഹിൽ അയ്യാമ മിനൽ അയ്യാമിൽ ഫാദില ഫകാന തഅവീമുഹാ ബിസ്സൗമി മുസ്തഹബ്ബാ. ഈ തിങ്കളാഴ്ച പോലെയുള്ള നോമ്പനുഷ്ഠിക്കേണ്ട ദിവസങ്ങൾ അങ്ങനെ എണ്ണീറ്റ് അതിൽ തിങ്കളാഴ്ചയും എണ്ണീറ്റ് മഹാനവരികൾ പറയാണ് അന്ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പൊ ഹനഫി മദ്ഹബിലെ മുഴുവൻ ഗ്രന്ഥങ്ങളിലും അന്ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് ഹനഫി മദ്ഹബും. ഇനി ഹംബലി മദ്ഹബിലേക്ക് പോയാൽ ഈ മഹാനായ ഇബ്നു ഖുദാമൽ മഖ്ദസിയുടെ മുഖ്നി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ട് മഹാനവരികൾ പറയുന്നത്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു യൗമൽ ഇത്നൈൻ, നബി തങ്ങൾ തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഫസുഇലാപ്പോൾ മഹാനവരികളോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന്. ഫഖാല, റസൂലുള്ളാഹി പറയുകയാണ്, ഇന്ന അമാലൻ നാസി തുറാബു യൗമൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം മനുഷ്യന്മാരുടെ അമലുകൾ അല്ലാഹുവിന്റെ ആത്മീയ കോടതിയിൽ പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറയുന്നു. അന്ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പൊ ഷാഫി മദ്ഹബിലും തിങ്കളാഴ്ച നബിയുടെ ജന്മദിനത്തിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത്, ഹനഫി മദ്ഹബിലും നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത്, ഹംബലി മദ്ഹബിലും നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത്. ഇനി മാലിക്കി മദ്ഹബിൽ നോക്കിയാലോ, ഹനാ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹിയുടെ അൽ മദ്ഖലിൽ കാണാം, അലാ തറാന്ന സൗമ ഹാദൽ യൗമി ഫീഹി ഫളലുൻ അളീം, നിനക്കറിയില്ലേ മോനെ ഈ ദിവസത്തിലെ നോമ്പ് വളരെ പുണ്യമുള്ള നോമ്പാണ് എന്ന്. കാരണം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ഫീഹി, കാരണം നബി തങ്ങൾ അന്ന് ജനിക്കപ്പെട്ടിരിക്കുന്നു, പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നബി തങ്ങളുടെ ജന്മം നടന്നത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. മാലിക്കി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നുൽ ഹാജ് അവിടുത്തെ അൽ മദ്ഖലിൽ വിവരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹിന്റെ മുഴുവൻ ഹദീസിലും തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കാൻ, ജന്മദിനത്തിന് നോമ്പനുഷ്ഠിക്കാൻ ഷാഫി മദ്ഹബിലെ മുഴുവൻ പണ്ഡിതന്മാരും നബിന്റെ ജന്മദിനത്തിന് നോമ്പനുഷ്ഠിക്കാൻ, ഹംബലി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും മുഴുവൻ പണ്ഡിതന്മാരും അന്ന് നോമ്പനുഷ്ഠിക്കാൻ പ്രഖ്യാപിക്കുന്നു. മാലിക്കി മദ്ഹബിലെ വളരെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നുൽ ഹാജ് അവിടുത്തെ അൽ മദ്ഖലിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നബിന്റെ ജന്മദിനം നടന്ന ദിവസമല്ലേ, അതുപോലെ തന്നെ വളരെ പുണ്യമാക്കപ്പെട്ട ദിവസമല്ലേ, അന്ന് നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുമ്പോ ഇതിന് നേരെ വിപരീതമായിട്ട് ചാപ്പാടടുപ്പിക്കുന്ന പരിപാടി, ഈ പണി, ഇത് എന്നിട്ട് നല്ല കാര്യമല്ലേ വിദ്യാർത്ഥി ഉണ്ടാക്കുക. ഇവർ ഈ വിദ്യാർത്ഥി ഉണ്ടാക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണ്? ഇസ്ലാമിലെ സുന്നത്ത് ബാത്തിലാകുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത് എന്താകുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ താബി പണ്ഡിതനായ ഹസ്സാൻ ഇബ്നു അത്തിയത്തുൽ മുഹാരിബി റഹ്മത്തുള്ളാഹിയുടെ പ്രഖ്യാപനം നോക്കൂ. മബ്തദാ ഖൗമുൻ ബിദഅതൻ ഫീ ദീനിഹിം ഇല്ലാ നസഅല്ലാഹു മിൻ സുന്നത്തിഹിം മിസ്ലഹാ സുമ്മ ലാ യുഈദുഹാ ഇലൈഹിം ഇലാ യൗമിൽ ഖിയാമഹ്. ഒരു ജനതയും അള്ളാഹിന്റെ ദീനിൽ പുത്തൻ വാദം കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയൊരു വാദം ആളുകൾ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തത്തുല്യമായ ഒരു സുന്നത്തിനെ അള്ളാഹു തആല ദീനിൽ നിന്ന് മായ്ച്ചു കളയും, നഷ്ടപ്പെടുത്തി കളയും. അവർക്ക് അതിനുള്ള സൗഭാഗ്യം ഒന്നും നൽകൂല. പിന്നെ ഖിയാമത്ത് നാൾ വരെ അവർക്ക് ചെയ്യാൻ കഴിയൂല. കേട്ടോളൂ, മബ്തദഅ ഖൗമുൻ ബിദ്അതൻ ഫീ ദീനിഹിം, ഒരു ജനതയും അവരുടെ പദത്തിൽ അവരുടെ ദീൻ കാര്യത്തിൽ ഒരു പുതിയൊരു കാര്യം കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാ നസഅല്ലാഹു മിൻ സുന്നത്തി മിസ്ലഹാ, അവരുടെ ദീനിന്റെ അവരുടെ സുന്നത്തിൽ നിന്ന് തത്തുല്യമായ ഒരു കാര്യത്തെ അല്ലാഹു നീക്കിക്കളയാതെ സുമ്മ ലാ യുഈദുഹാ ഇലൈഹിം ഇലാ യൗമിൽ ഖിയാമ, പിന്നെ അത് ഖിയാമത്ത് നാൾ വരെ അവരിലേക്ക് മടങ്ങി വരൂല. അല്ലേ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന് നോമ്പനുഷ്ഠിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഇവരൊക്കെ പാടെ കൂടി എന്ത് ചെയ്തു? അന്ന് ആഘോഷിക്കണം എന്നുള്ള വിധേയത്ത് കൊണ്ടുവന്നു. ആഘോഷിക്കണം എന്നുള്ള വിധേയത്ത് കൊണ്ടുവന്നപ്പോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇനി എന്തെങ്കിലും റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ അന്ന് ഇവര് പറയുന്ന ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ചയൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്, എന്നിട്ട് അതിന്റെ കൂടി ആഘോഷാക്കുന്നുണ്ട്. അങ്ങനെ എങ്കിൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഇവർ തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കൽ പുണ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ തിങ്കളാഴ്ച, ഇപ്പൊ നാളെ തിങ്കളാഴ്ച വന്നു, നാളെ ഏതെങ്കിലും ഒരു മോയാരി നമ്മുടെ നാട്ടിൽ തിങ്കളാഴ്ചയല്ലേ മക്കളെ സുന്നത്ത് എടുക്കണം എന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും മഹലിലെ മോയാരി പറഞ്ഞാൽ ഉടനെ നാടിറക്കും, വഹാബിയായി പ്രഖ്യാപിക്കും. അതാണ് അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാർ. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ശിഷ്യന്മാരായ താബീങ്ങളായ ഹസ്സാൻ ഇബ്നു അത്തിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരു ബിദ്അത്താണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സുന്നത്താണ് നഷ്ടപ്പെടും. അതാണ് നോമ്പനുഷ്ഠിക്കാനുള്ള സുന്നത്ത് നഷ്ടപ്പെട്ടു. ഇനി ഖിയാമത്ത് നാൾ വരെ സമസ്തക്കാരൻ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് നോമ്പനുഷ്ഠിക്കണമെന്ന് പറയില്ല, എന്ന് ആഘോഷിക്കണം എന്നേ പറയുള്ളൂ. അതാണ് ബിദ്അത്ത് സമൂഹത്തിലുണ്ടായാൽ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. ഇവരെന്താ പറയുന്നത്? നബിന്റെ ജന്മദിനം വലിയ നാളിനേക്കാണ് വലിയ പെരുന്നാളാണ്, അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിനേക്കാണ് പുണ്യമുള്ളതാണ്. ഇത് അള്ളാന്റെ റസൂലിന് അറിയില്ല, സഹാബത്തിന് അറിയില്ല, താബീകൾക്ക് അറിയില്ല, തമിഴ് താബീകൾക്ക് അറിയില്ല. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പെരുന്നാളിനേക്കാണ് വലിയ പെരുന്നാളാണെങ്കിൽ നബി എന്താ ചെയ്യുക? നബിയെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഫിത്രി വൻ നഹരി, വലിയ നാളിലും ചെറിയ നാളിലും നോമ്പനുഷ്ഠിക്കുന്നതിനെ റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. അന്ന് ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ്.
സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. വലിയ പെരുന്നാളിനേക്കാൾ വലിയ പെരുന്നാളാണ് നബിന്റെ ജന്മദിനം എന്നുണ്ടെങ്കിൽ അന്ന് നോമ്പനുഷ്ഠിക്കൽ കടുത്ത ഹറാമാവില്ലേ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ അന്ന് നോമ്പനുഷ്ഠിക്കാനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മതം ആകെ ആലിക്കുൽത്താവുന്ന ഒരു അവസ്ഥയല്ലേ ഇവരുടെ ഈ ചെയ്തികളിലൂടെ സംഭവിക്കുന്നത്? ഇവര് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ മെനക്കുന്നത്. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അംരിഹി വജ്തിനാബു നഹി മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബനി. റസൂൽ പറഞ്ഞു, എന്റെ ചര്യ ഒരാൾ ജീവിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. ഇവരെന്താണ് നബിന്റെ ചര്യ ബാത്തിലാക്കുക. നബി നോമ്പ് വെക്കാൻ പറഞ്ഞാൽ നോമ്പ് വെക്കാൻ ആഘോഷിച്ചോളൂ എന്ന് പറയാം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ നബിന്റെ സുന്നത്ത് സ്വീകരിക്കാതെ നബിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പാടിയ പാട്ടുണ്ട്. അറിയോ? നീ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം നീ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കാതെ നീ അതിനെ എതിർ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് നീ വാദിക്കുക നീ അള്ളാഹിനെ സ്നേഹിക്കുന്നവനാണെന്നാണ് നീ പറയുന്നത്. എന്നാൽ സഹോദര, ഒരിക്കലും ന്യായമല്ലാത്ത സത്യവിരുദ്ധമായ നിയമവിരുദ്ധമായ വർത്തമാനമാണിത്. കാരണം അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുക, എന്നിട്ട് നീ അവന് എതിർ പ്രവർത്തിക്കുകയും ചെയ്യുക. നീ സത്യസന്ധമായി ഒരു വ്യക്തിയെ നീ സ്നേഹിക്കുകയാണെങ്കിൽ നീ ആ വ്യക്തി പറയുന്നത് നീ കേൾക്കുന്നവനാണ്. അതാ ഇപ്പൊ നബി പറയുന്നത് കേൾക്കാതെ നബിക്ക് എതിർ പ്രവർത്തിക്കുക. ഇപ്പൊ ആരാ നബിനെ സ്നേഹിക്കുന്നവർ? നബിന്റെ ജന്മദിനത്തില് നബിനെ സ്നേഹിക്കുന്നവർ ആരാ? ആലോചിച്ച് നോക്കി. നബി പറഞ്ഞത് കേൾക്കുന്നവർ മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് സമസ്തക്കാരന്റെ മിമ്പറിൽ നടക്കുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. റബീഉൽ അവ്വൽ മാസത്തിലെ ഖുതുബ ഉണ്ടല്ലോ, ഖുതുബ എന്തായിരിക്കണം? ഖുതുബനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പഠിക്കണം. ഓസ്ട്രേലിയ മത പഠിച്ചിട്ടുള്ളത് ഖുതുബ എങ്ങനെയായിരിക്കണം? ബലീഗായിരിക്കണം. ബലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഓയത്തിൽ മിനൽ ഫസാഹത്തി വറസാനത്തി സദ്ഖി വജദാലത്തിൽ ലഫ്ളി എന്താ പറയുന്നത്? അങ്ങേയറ്റത്തെ സാഹിത്യ സമ്പന്നമായിരിക്കണം, ഫസീഹായിരിക്കണം, ഭദ്രമായ കോർവയുള്ളതായിരിക്കണം, അർത്ഥഗർഭമുള്ളതായിരിക്കണം, ആശയ സമ്പന്നമായിരിക്കണം. അല്ലെ? ഖുതുബനെ പറ്റി അങ്ങനെയുള്ള പഠിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഖുതുബത്തായിരിക്കണം. മുഖ്തബൽ ഹാലിനോട് യോജിക്കണം എന്ന് പറഞ്ഞു. മുഖ്തബൽ ഹാലി എന്ന് പറഞ്ഞാൽ എന്താ? ആ സന്ദർഭോചിതമായിരിക്കണം. അപ്പൊ സന്ദർഭോചിതമാകുക എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവർ പറയുന്നത് നബിയുടെ ജന്മദിനാണ് ആഘോഷിക്കണം എന്നല്ല പറയുന്നത്. അപ്പൊ ആഘോഷിക്കാൻ പറയണം ഖുതുബ നബാത്തിയ ഖുതുബയിൽ. പക്ഷെ നബാത്തിയ ഖുതുബയിൽ എന്താ പറയുന്നത്? നിങ്ങളെന്താ കരയാത്തത്, നിങ്ങളെന്താ വിതുമ്പാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഖുതുബ നേരെ വിപരീതം നടക്കുന്നത്. ഈ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാം, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രഖ്യാപനം കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, യാ അനസ് കൈഫ തഖതു അൻഫുസുകും മൻ തഹസു തുറാബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ജനാസ കബറടക്കിയിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരിടാൻ സാധിച്ചത്? ഈ വർത്താനം ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറയാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ഫാത്തിമ ബീവിന്റെ ഈ വർത്താനം ഇങ്ങനെ കേട്ടതിന് ശേഷം മഹാനവറുകൾക്ക് വിഷമമുണ്ടായി. മാത്രമല്ല അദ്ദേഹം നിലവിളിച്ചിട്ട് ശരീരം ചുരുണ്ടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ വാരിയലുകൾ പരസ്പരം പുറത്തു പോയി ആ കോലത്തിൽ നിലവിളിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കും. അതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഫാത്തിമ ബീവി പറയാണ്, വാബതാ ഇലാ ജിബ്രീലൻ വാബതാ മിൻ റബ്ബിഹി മാദിനാ വാബതാ ജന്നത്തുൽ ഫിർദൗസി മഅവാ വാബതാ ജാബ റബ്ബൻ ദആ. വിതുമ്പുന്ന ഹൃദയവുമായി ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളുടെ പിതാവേ ജിബ്രീലിനോട് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ പങ്കുവെക്കും. അതുപോലെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തിരിക്കുന്നു, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ അഭയം അവിടെയാണ്. അതുപോലെ റബ്ബിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അവരുടേതായ ആ സമയത്ത് വേദനയിൽ വരുന്ന പ്രയാസങ്ങൾ അവരങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. ആ സംഭവത്തെ ചരിത്രകാരന്മാർ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അത്രയും സങ്കടമുണ്ടായ ഒരു സന്ദർഭമാണത്. മഹാനായ ബഷീർ സസ്തവാനി അദ്ദേഹത്തിന്റെ സുയാനത്തുൽ ഇൻസാനിൽ പറയാം, ലമ്മാ മാത സല്ലല്ലാഹു അലൈഹി വസല്ലം കാശത്തിൽ ഉഖൂലു ഫമിൻഹും മൻ ഖബല വമിൻഹും മൻ അഖദ ഫലം യുത്ഖിൽ ഖിയാം വമിൻഹും മൻ അഖറസ ഫലം യുത്ഖിൽ കലാം വമിൻഹും മൻ അബ്നാ വകാന ഉമർ മിമ്മൻ ഖബല. അതായത് റസൂലുള്ളാഹി അങ്ങോട്ട് മരണപ്പെട്ടപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് വിഷമമുണ്ടായിട്ട് സഹിക്കാനാവാത്ത പ്രയാസമുണ്ടായി. അതിൽപ്പെട്ടവരാണ് ഫമിൻഹും മൻ ഖബല, ചില ആളുകൾക്ക് പരിഭ്രമം സംഭവിച്ചു പോയി, സ്വബോധം നഷ്ടപ്പെട്ടു പോയി. വമിൻഹും മൻ അഖദ ഫലം യുത്ഖിൽ ഖിയാം, ആ സമയത്ത് സഹാബാക്കൾ ചില ആളുകൾക്ക് എണീറ്റ് നടക്കാൻ വയ്യാതെയായി ഈ വിവരത്തിട്ട്. വമിൻഹും മൻ അഖറസ ഫലം യുത്ഖിൽ കലാം, ചില സഹാബാക്കൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ട് വർത്താനം പറയാൻ കഴിയാതെയായി. വമിൻഹും മൻ അബ്നാ വകാന ഉമർ മിമ്മൻ ഖബല, അവരിൽപ്പെട്ടവരാണ് മാനസികമായി പറ്റ തളർന്നവർ. ആ തളർന്നവരിൽപ്പെട്ടവരായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിഭ്രമത്തിലായി പോയി. വകാന ഉസ്മാൻ മിമ്മൻ അഖറസ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരശേഷി നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. യദഹബു വയജീഉ വലാ യസ്തതിഉൽ കലാം, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, എന്നാൽ മാനവർക്ക് സംസാരിക്കാൻ കഴിയൂലായിരുന്നു. വകാന അലിയും മിമ്മൻ അഖദ ഫലം യസ്തതി ഹറാക, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇരുന്നു പോയി അനങ്ങാൻ പറ്റാതെയായി. വാദിന അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് ഫമാത കമദ, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു മാനവ വിഷമം കാരണം അദ്ദേഹത്തിന്റെ കരൾ പൊട്ടി അറ്റാക്ക് ഉണ്ടായി മരിച്ചുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രയാസം ആ സമയത്ത് സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ നബാത്തിയ ഖുതുബയിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കരുവാരകുണ്ട് മഹലിലെ മുഴുവൻ സമസ്തന്റെ പള്ളികളിലെയും ഉസ്താദുമാർ നിങ്ങളെ വിളിച്ച് പറഞ്ഞത്, മിമ്പറിൽ കയറിയിട്ട് അവർ നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മൂല്യന്മാരുടെ മലയാളങ്ങളോട് പറഞ്ഞില്ല. ആ മൂല്യന്മാർ ആ മിമ്പറിൽ വെച്ച് പറഞ്ഞത് ഇപ്പൊ ബക്കാലി മന്ദരീമൻ അബുസറ, നബിന്റെ വഫാത്ത് അറിഞ്ഞവരൊക്കെ കരഞ്ഞുപോയി, അവർ സങ്കടപ്പെട്ടു പോയി. എന്നിട്ട് എന്താ മനുഷ്യന്മാരെ നിങ്ങൾ വിഷമിക്കാത്തത്, സങ്കടപ്പെടാത്തത്, വിതുമ്പാത്തത്, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാത്തത് എന്ന് നിങ്ങളോട് കഴിഞ്ഞ വെള്ളിയാഴ്ച മൂല്യന്മാർ ചോദിച്ചു. പക്ഷേ എന്റെ മലയാളങ്ങളോട് പറഞ്ഞു തരാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആ സംഭവം അറിയാതെ പോയി. മനസ്സിലായില്ലേ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് എന്ന ഹദീസ് നോക്കൂ സഹോദരങ്ങളെ. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് 1599 നമ്പർ ഹദീസ് നോക്കൂ. റസൂൽ പറയാ,
യാ അയ്യുഹന്നാസ് അയ്യുമാ അഹദിൻ മിനന്നാസി യുസീബ ബിമുസീബത്തിൻ, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വല്ല മുസീബത്തും സംഭവിച്ചു, നിങ്ങൾക്ക് വല്ല പ്രയാസവും സംഭവിച്ചാൽ ഫൽയഅ്തദ് ബിമുസീബത്തിഹി ബി അനിൽ മുസീബത്തിൽ ലത്തി തുസീബുഹു ബിഗൈരി, നിങ്ങളുടെ ആരെങ്കിലും മരണപ്പെടുകയോ വല്ല അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല നഷ്ടം സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും എന്റെ റസൂൽ മരണപ്പെട്ടു പോയല്ലോ, അതിലും വലിയ നഷ്ടം എനിക്കില്ലല്ലോ എന്ന് സമാധാനിച്ചോളൂ എന്ന് റസൂൽ പറയാ. എന്റെ ഉമ്മത്തുകളിൽ ആർക്ക് എത്ര വലിയ വിപത്ത് വന്നാലും ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുക എന്നുള്ള ഈ മുസീബത്ത് ഉണ്ടല്ലോ, അതിലേറെ വലിയൊരു വിപത്ത് നിങ്ങൾക്കില്ല റസൂൽ പറയാം. അപ്പൊ നബിന്റെ വഫാത്ത് അത്രയും വലിയൊരു വിപത്താണ്. അത് നടന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുള്ളതിൽ ആർക്കും തർക്കമല്ല. നബിന്റെ വഫാത്ത് അറിഞ്ഞിട്ട് മഹാനായ അബൂ സുഫിയാൻ ബിൻ ഹാരിസ് പറഞ്ഞ വർത്താനം എന്താ അറിയോ നിങ്ങൾ? ലഖദ് യഅ്ലുമത് മുസീബത്തുനാ വജല്ലത് അഫിയത ഖീല ഖദ് ഖുബില റസൂലു വളഹത് അർളുനാ മിമ്മാ അറാഹ തഖഹദ് ബിനാ ജവാനിബുഹാ തമീരു. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് അറിഞ്ഞ ആ ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വല്ലാത്ത മുസീബത്താണ് ഉണ്ടായത്, വലിയൊരു മുസീബത്താണ് ഞങ്ങൾക്ക് ഉണ്ടായത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചത് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ ഭൂമിയിലൂടെ നടക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വിഷമം ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെയുള്ള ഒരു സങ്കട കടലിനെയാണ് നിങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസത്തിലെ 1-ാം വെള്ളിയാഴ്ചയിലും 2-ാം വെള്ളിയാഴ്ചയിലും 3-ാം വെള്ളിയാഴ്ചയിലും 4-ാം വെള്ളിയാഴ്ചയിലും കരുവാരകുണ്ട് പഞ്ചായത്തിലെ സമസ്തന്റെ മുഴുവൻ പള്ളികളിലും ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾ നെറോങ്കലിൽ കയറിയിട്ട് മൂല്യമാരിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ ശാന്തരായി ഇരുന്നിട്ട് ആ മിമ്പർമെന്ന് മൂല്യാരിന്റെ ഇറങ്ങിയ ശേഷങ്ങളൊക്കെ പാട് നെബിദിനറാലി കയറിയിട്ട് ചാടി കളിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സങ്കടം തന്നെ കേട്ടോ. നിങ്ങളുടെയൊക്കെ വിശ്വാസം മഹാന്മാര് എവിടെ വിളിച്ചാലും കേൾക്കും കാണുന്നൊക്കെ അല്ലേ? ഇബ്നു നബാത്തത്തുൽ മിസ്രിനെ പറ്റി അങ്ങനെ തന്നെ നിങ്ങൾക്ക് വിശ്വാസം സമസ്തന്റെ ആളുകളെ വല്ല നിലത്തുനിന്ന് എന്നെ വിളിപ്പോൾ വായിക്കോടൊപ്പം ചെയ്യാനെന്നവർ മാത്രമല്ല മഹാന്മാർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇബ്നു നബാത്തത്തുൽ മിസ്രിനെ പറ്റി എന്താണ് മൂല്യമാരുടെ വിശ്വാസം? ഞാൻ ഇപ്പോഴും പുറത്തു പോവുകയാണ്. ഒരു പള്ളിയിൽ ഒരു മൂല്യാരം ഇപ്പൊ ഏപ്പിക്കാർ ഒരു പുതിയ വെള്ളിയാഴ്ച ജുമാ ഖുതുബ ആക്കിയിട്ടുണ്ട്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വക. അപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വക പുതിയൊരു ഖുതുബ ഇറക്കിയപ്പോൾ അതിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോ നമ്മുടെ വളപുരം കേട്ടി ഒരു പണ്ഡിതണ്ടായിരുന്നു, ശംസുലമ ഈക്കാബുക്കുലിയാരുടെ ശരിക്ക് ക്ലാസ്മേറ്റ്. അപ്പൊ ഈ വളപുരം കേട്ടി ആ പള്ളിയിൽ ജുമാ കൂടി. അപ്പൊ ഈ വളപുരം കേട്ടി നിസ്കാരം കഴിഞ്ഞ ശേഷം റൂമിൽ കയറി. അപ്പൊ ചെറിയൊരു മൂല്യാരാണ്. അപ്പൊ മൂല്യാരോട് ഇതേത് ഖുതുബയെന്ന് വെച്ചു. അവർ നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയാണ്. എന്തിനാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബ ഒഴിവാക്കിയത്? ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ 13 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ട ആളല്ലേ? എന്തിനാണ് നബാത്തത്തുൽ മിസ്രിയുടെ ആ ഖുതുബ ഒഴിവാക്കിയത്? നേരിട്ട് ചെയ്തിട്ടാണ് ചീത്താവും. അപ്പൊ അത്രയും വലിയ പണ്ഡിതനായിട്ട് വിശ്വസിക്കുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രി ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഓരോ വെള്ളിയാഴ്ചയും സങ്കട കടലിൽ മുമ്പറിന്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ആ കടലിന് മൂല്യമാർ എന്ത് ചെയ്യാൻ മൂടി വെക്കുകയാണ് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ. നാളെ പരലോകത്ത് ഈ നബാത്തിയ കുത്തുമ്പോൾ മൂല്യന്മാർ ആ ഏടുമായിട്ട് വരും. ആ ഏട് പടച്ച റബ്ബ് മീസാനിൽ വരെ കൊണ്ട് വായിപ്പിക്കും. എന്നിട്ട് വരെ കൊണ്ട് ഇതിന്റെ അർത്ഥം ഈ പാവങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് ഈ പാവങ്ങൾ പറയും, അരിനല്ലത് അവല്ലാന, ഞങ്ങളെ വഴി തെറ്റിച്ച ഈ ആൾക്കാരെ ഞങ്ങളെ അവരെ നെഞ്ചത്ത് കയറി നിൽക്കാൻ ഞങ്ങൾക്ക് അവസരം കൊണ്ടാന്ന് പറഞ്ഞ് ഈ പാവങ്ങൾ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ തോന്നിക്കുന്നത്.